ഓൺ സ്ക്രീൻ, ദിസ് ഈസ് വിക്കി. അപ്പം ഞാനിപ്പോൾ ഒരു ചെറിയൊരു പരിപാടിക്ക് വന്നതാണെന്ന് വെച്ചാൽ ഒരു വീഡിയോ എടുക്കാനായിട്ട് വന്നതാണ്. ഇന്നത്തെ വീഡിയോൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞങ്ങളുടെ ടീമായിട്ട് ചെയ്യണ പരിപാടിയല്ല. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കെയർ ഓഫിൽ അവൻ്റെ ഫ്രണ്ട് വഴി വന്നേക്കണ ഒരു വർക്കാണ്. അത് പുറത്തൊരു വർക്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ ടെൻഷനും കാര്യങ്ങളൊക്കെ എനിക്കുണ്ട്. ഫ്രണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ സാനിഫൈൽഡ് അന്ന് പറഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞില്ല, ഞങ്ങളൊരു ആക്ടിങ് വർക്ക്ഷോപ്പിൽ കണ്ടുമുട്ടിയത്. അതുപോലെ കണ്ടുമുട്ടി വേറൊരുത്തനാണ് ഇവൻ. അപ്പോൾ അന്ന് തുടങ്ങിയ ഫ്രണ്ട്ഷിപ്പാണ്. അപ്പോൾ അവനിങ്ങനെ വിളിച്ചു, അവിടെ ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ട്, ആളൊരു മ്യൂസിക് പ്രൊഡ്യൂസറും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അങ്ങനൊരു അവൻ്റെ ആ ഒരു മ്യൂസിക്കിന് വേണ്ടി ഒരു വീഡിയോ എടുക്കാനായിട്ടാണ്. അപ്പോൾ അതിന് വേറെ ആൾക്കാർക്ക് വരും, പുറത്തുനിന്ന് ആൾക്കാർക്ക് വരും. അപ്പോൾ അതിന് വീഡിയോ എടുക്കാനായിട്ട് ഒരാളും കൂടി വേണം. അപ്പോൾ എന്നോട് വരുമെന്ന് ചോദിച്ചു, ഒരു സാധനം ഒരു ചെറിയൊരു റോള് ചെയ്യാനായിട്ട്. അപ്പോൾ അതിനുവേണ്ടി വന്നേക്കണേണ്. അപ്പോൾ അതിൻ്റെ ടെൻഷൻ ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട്. എന്താവുമെന്ന് അറിയില്ല. ആള് അപ്പുറത്തെ റൂമിലുണ്ട്, ഞാനിത് ഇപ്പുറത്തെ റൂമിൽ വെക്കണേ. ആളുടെ കുറച്ച് മ്യൂസിക് പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത്തിരി ബിസി ആയിരുന്നു. നോക്കാം അവിടെ എന്താ പരിപാടിയാണ്. യെസ്, ആളിവിടെ ഇരിക്കുന്നുണ്ട്. ആൾ മ്യൂസിക് പ്രൊഡക്ഷനിലാണ്. എവിടെ? ഇതാണ് ആള്. അജിത്ത് എന്നാണ് ആളുടെ ഒരു അജുപ്പാന്ന് ഞങ്ങൾ വിളിക്കും. ആളുടെ മ്യൂസിക് പ്രൊഡക്ഷനൊക്കെ എടുത്തുണ്ട, ഫുൾ സെറ്റപ്പാ. എല്ലാ സെറ്റപ്പുകളും ഉണ്ട്. ആൾ ഫുള്ള് സെറ്റപ്പിലാണ്. അപ്പോൾ ഇനി ബാക്കി കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. ആൾക്കാർക്ക് വരാനുണ്ട്, ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞവർക്ക് വരാനുണ്ട്. അപ്പം ഇതാണ് ഞങ്ങളുടെ യുദ്ധക്കളമാവാൻ പോണ റൂം, ഷൂട്ടിംഗ് സ്പേസ്. ഇത് യുദ്ധക്കളമാവാൻ പോകണമെന്ന് പറയാനുള്ള കാരണം നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാവും. ഇപ്പം എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറേഞ്ച് ചെയ്യട്ടെ, എന്നിട്ട് ബാക്കി പിന്നെ കാണാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മൾ കണ്ട റൂം ലൈറ്റപ്പ് ചെയ്തപ്പോൾ ഉള്ള അവസ്ഥ. അജുപ്പാൻ എന്താ കാര്യമായിട്ട് എല്ലാവർക്കും ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കണ്ടായിരുന്നു, പക്ഷെ അത് എന്താണെന്ന് സംഭവം ഒന്നും ഞാൻ കേട്ടിട്ടില്ല. ഞാൻ വീഡിയോ എടുക്കുന്ന തിരക്കിലായിരുന്നു. ഇതിപ്പോൾ എൻ്റെ അഭിനയ മുഹൂർത്തങ്ങൾ ഒപ്പിയെടുക്കുന്ന സമയമാണ്. അജുപ്പാൻ എന്തോ കാര്യമായിട്ട് എനിക്ക് പറഞ്ഞു തന്നിട്ടായിരുന്നു, പക്ഷെ ഞാൻ വേറെ എന്തൊക്കെയോ ചെയ്ത് കൂട്ടി. ഇതെല്ലാം ഒപ്പിയെടുക്കാനായിട്ട് പാവം നമ്മുടെ ക്യാമറമാൻ്റെ ജീവിതം ഇനിയും ബാക്കി. പുള്ളി എന്ത് തെറ്റ് ചെയ്തിട്ടാണോ എന്തോ. ഇത് ഷൂട്ട് ചെയ്ത ഫുട്ടേജ് റിവ്യൂ ചെയ്യുന്ന ടൈമാണ്. ഈ സമയത്ത് എനിക്ക് ക്യാമറമാൻ്റെ ഫേസിലേക്ക് നോക്കിയപ്പോഴത്തേക്ക് ഇവൻ എന്താ തേങ്ങ ചെയ്ത് വെച്ചേക്കണമെന്നൊരു എക്സ്പ്രഷൻ എനിക്ക് കിട്ടിയത്. അപ്പോൾ ഇതാണ് ഗൈസ് ക്യാമറമാൻ്റെ പേര് ആദർശ് എന്നാണ്. അപ്പോൾ പുള്ളിക്കാരൻ വലിയ ക്യാമറയിലും ഗിംബലൊക്കെ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ കുഞ്ഞൻ ക്യാമറ വെച്ചിട്ട് അവിടുത്തെ മങ്ങിയ കാഴ്ചകൾ ഒപ്പിയെടുക്കായിരുന്നു ഗൈസ്. മങ്ങിയ കാഴ്ചകൾ കണ്ടില്ലേ, ഇതാണ് അവസ്ഥ. അപ്പോൾ എൻ്റെ പോർഷൻസ് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അജുപ്പാൻ്റെ ഷൂട്ടായിരുന്നു. ആ സമയത്ത് അവരവിടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഞാൻ എൻ്റേതായിട്ടുള്ള പരിപാടിയൊക്കെ ആയിട്ട് അവിടെ അങ്ങോട്ട് കൂടി. അപ്പോൾ ഗൈസ്, ഞങ്ങളുടെ ഷൂട്ടൊക്കെ ഇന്ന് പാക്കപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ക്യാമറമാനും ബാക്കിയുള്ളവരൊക്കെ പോയി. അവർക്ക് അത്യാവശ്യമായിട്ട് ഇവിടെയൊക്കെ പോകാനുണ്ട്. അപ്പോൾ അവർക്ക് ടൈമില്ലെന്ന് പറഞ്ഞിട്ട് അവർ പോയി. ഇപ്പം ഞാനും ഇവരും മാത്രം അവശേഷിക്കുകയാണ്. എനിക്ക് കുറച്ച് നേരം കൂടി ഇവിടെ വേറെ വീഡിയോസൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു, അതിൻ്റെ ഇടയ്ക്ക് കുറേ കാര്യങ്ങളൊക്കെ. പക്ഷേ ടൈമിൻ്റെ പരിമിതി മൂലം വീഡിയോ എടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇപ്പോൾ ഇത്രയൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ നിനക്ക് ക്ഷീണമില്ലേ? നല്ല ക്ഷീണമുണ്ട്. കാര്യം നല്ല രീതിയിൽ പെർഫോമൻസ്, ഓസ്കാർ ലെവൽ പെർഫോമൻസ് ആയിരുന്നു എന്നാണ് പറഞ്ഞത്. അത് എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്കും കട്ട് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ ഭാഗ്യം. അപ്പോൾ ഞങ്ങളൊന്ന് പോയി കിടക്കട്ടെ. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ.